മരുന്ന് ദുരന്തത്തിന് പിന്നാലെ കോൾഡ് റിഫ് കപ്പ് സിറപ്പിന്റെ വിപണനവും വിതരണവും അടിയന്തരമായി വിലക്കി മധ്യപ്രദേശ് സർക്കാർ. തമിഴ്നാട്ടിലെ ശ്രേയ്സൻ ഫാർമസ്യൂട്ടിക്കൽ നിർമ്മിക്കുന്ന മറ്റുൽപ്പന്നങ്ങളുടെ വിൽപ്പനയും നിരോധിച്ചിട്ടുണ്ട്. സംശയമുള്ള മറ്റു മരുന്നുകളും നിരീക്ഷിക്കുന്നതായി മധ്യപ്രദേശ് ഡ്രഗ് കൺട്രോൾ ബോർഡ് വ്യക്തമാക്കി. 9 കുട്ടികൾക്കാണ് മധ്യപ്രദേശിൽ മാത്രം വ്യാജമരുന്ന് കുടിച്ച് ജീവൻ നഷ്ടമായത്. കുട്ടികളുടെ മരണവുമായി ബന്ധപ്പെട്ട അന്വേഷണം പുരോഗമിക്കുന്നതിനിടെയാണ് സർക്കാരിന്റെ ഈ നടപടി. നേരത്തെ കോൾഡ് റിഫ് മരുന്നിന് തമിഴ്നാട് സർക്കാരും വിലക്കേർപ്പെടുത്തിയിരുന്നു. കഫ് സിറപ്പ് കഴിച്ച് കുട്ടികൾ മരിച്ചതിന്റെ പശ്ചാത്തലത്തിൽ ഇന്നലെ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം മാർഗനിർദ്ദേശം പുറത്തിറക്കിയിരുന്നു. 2 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ചുമ, ജലദോഷം എന്നിവയുടെ മരുന്നുകൾ വിതരണം ചെയ്യരുതെന്നും ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രമേ മരുന്നുകൾ ഉപയോഗിക്കാവൂ എന്നുമാണ് ആരോഗ്യ മന്ത്രാലയം നിർദ്ദേശം നൽകിയത്. രാജസ്ഥാനിൽ 2 കുട്ടികളാണ് വ്യാജ സിറപ്പ് കഴിച്ച് മരിച്ചത്. 2 ആഴ്ചക്കിടെ 10 കുട്ടികളാണ് ദേഹാസ്വാസ്ഥ്യത്തെ തുടർന്ന് ചികിത്സ തേടിയത്. മരുന്ന് സുരക്ഷിതമാണെന്ന് തെളിയിക്കാൻ 1 ഡോസ് കഴിച്ച ഡോക്ടറെ 8 മണിക്കൂറിന് ശേഷം കാറിൽ ബോധരഹിതനായി കണ്ടെത്തിയതിനെ തുടർന്ന് ആശുപത്രിയിലാക്കി. രാജസ്ഥാനിൽ സർക്കാരിനായി കൈസൻ ഫാർമ എന്ന കമ്പനി പുറത്തിറക്കിയ ഡിക്സ്ട്രോമെഥോർഫൻ ഹൈഡ്രോബ്രോമൈഡ് സംയുക്തമടങ്ങിയ സിറപ്പ് കഴിച്ചതാണ് ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമായത്. മരുന്ന് കഴിച്ച 5 വയസ്സുകാരൻ തിങ്കളാഴ്ച മരിച്ചതോടെയാണ് വിഷയം ചർച്ചയായത്. മരുന്ന് കുടിച്ച് കിഡ്നികൾ തകരാറിലായതിനെ തുടർന്നാണ് കുട്ടികൾ മരിച്ചത്. മധ്യപ്രദേശിലെ ചിന്ദ്വാഡയിലാണ് കൂടുതലും മരണം. കഴിഞ്ഞ ദിവസം മഹാരാഷ്ട്രയിലും ഒരു കുട്ടി വ്യാജമരുന്ന് കഴിച്ചു മരിച്ചിരുന്നു.